ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത ഒരു ചാപ്റ്റർ ആണ് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അത്യാവശ്യം നല്ല വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. പ്രിയപ്പെട്ട മകളെ, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർ സീരീസ് എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടഫാണ് എന്ന് ഫീൽ ചെയ്യുന്ന ചാപ്റ്ററുകളെല്ലാം തന്നെ ഇതുപോലെ വീഡിയോകളാക്കി ചെയ്യുന്നത്. കുറച്ചധികം കഷ്ടപ്പെട്ട് തന്നെയാണ് സ്ലൈഡുകളും കുറച്ചധികം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതുപോലെ റെക്കോർഡ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയധികം കിട്ടണം, നിങ്ങൾ ആ കോൺസെപ്റ്റുകൾ വൃത്തിയിൽ പഠിക്കണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ അങ്ങ് അയച്ചു കൊടുക്കുക, ഒന്ന് വന്ന് കണ്ടു നോക്കാൻ പറയുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ മുഴുവനും കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ലൈവ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും വലിയ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സ് ആയിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ടും അറിയിക്കാവുന്നതാണ്. സോ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് പ്രിയപ്പെട്ട മക്കളെ. ഏറ്റവും ആദ്യത്തെ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ 4 ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. 4 ചിത്രങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഈ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക, രണ്ടാമത്തത് കോൺ അഥവാ വൃത്ത സ്തൂപിക, മൂന്നാമത്തത് സ്ഫിയർ അഥവാ ഗോളം, നാലാമത്തത് ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം. ഈ 4 മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച സിലിണ്ടർ അഥവാ വൃത്ത സ്തംഭം കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാവുന്നത് ഈ ഒറ്റ ടോപ്പിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കും. സോ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈജിപ്തിൽ ഒരു പിരമിഡുകൾ ഉണ്ട്. ആ പിരമിഡിന്റെ ഷേപ്പ് ഇതുപോലെ 4 ത്രികോണങ്ങൾ 4 സൈഡുകളിലായിട്ട് വെച്ച് കൊണ്ടിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും. ചിത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം പ്രിയപ്പെട്ട മക്കളെ. ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡിന്റെ ചിത്രം എന്ന് പറയുന്നത്. അതിന്റെ അടിഭാഗം ഒരു സ്ക്വയർ ആയിരിക്കും അഥവാ സമചതുരമായിരിക്കും. ബാക്കി 4 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് 4 ഐസോസ്ലസ് ട്രയാങ്കിൾസ് അഥവാ സമപാർശ്വ ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2, ഉള്ളിൽ 1, ഇവിടെ 1, 4. ഈ ഒരു ടോപ്പിക്കിൽ ആകെ ഈ 5 ലെറ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വെരി ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെച്ചോളൂ. എ എന്ന് പറയുന്നത് ബേസ് എഡ്ജ് ആണ് അഥവാ പാദവക്കാണ്. എഴുതി വെച്ചോളൂ, പാദവക്ക്. എന്താണ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ അടിയിലുള്ള എ, 1, 2, 3, 4, ഈ 4 എകൾ കൂടി ചേർന്നതാണ് പാദവക്കുകൾ എന്ന് പറയുന്നത്. മക്കളെ, എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? പാദ ചുറ്റളവാണ് അഥവാ ബേസ് പെരിമീറ്റർ ആണ്. പാദ ചുറ്റളവ്, പച്ചു അല്ല പാച്ചു. ഓക്കെ, ഞാനത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പാച്ചു എന്നൊന്നും എഴുതി വെക്കരുത്, മനസ്സിലാവില്ല. ഞാൻ പറയുന്നുണ്ട് പാദ ചുറ്റളവ് അഥവാ ബേസ് പെരിമീറ്റർ. അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കണേ. ഞാൻ മടിയനായതുകൊണ്ടാണ് ഇത്ര എഴുതുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഈ എന്ന് പറയുന്നത് പാർശ്വവക്കാണ്. പാർശ്വവക്ക് അഥവാ ലാറ്ററൽ എഡ്ജ്. വെരി ഇമ്പോർട്ടന്റ്, ലാറ്ററൽ എഡ്ജ്. ഈ കാണുന്ന അറ്റത്തുള്ളത് എ എ എ, അവിടെ 4 ഈകൾ ഉണ്ട്. 4 ഈകൾ. അപ്പൊ ടോട്ടൽ എത്ര വക്കുകൾ ഉണ്ട്? ടോട്ടൽ വക്കുകളുടെ എണ്ണം 4 എയും 4 ഇയും, മൊത്തം 8 വക്കുകളാണ്. ടോട്ടൽ എഡ്ജസ് എത്രയാണ്? 8 എണ്ണമാണ്. അതിൽ 4 എണ്ണം ബേസ് എഡ്ജും 4 എണ്ണം ലാറ്ററൽ എഡ്ജുമാണ്. 4 എയും 4 ഇയും. ഇനി നിങ്ങൾ അറിയേണ്ടത് സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചരിവ് ഉയരമാണ്. ചരിവ് ഉയരം, സ്ലാൻഡ് ഹൈറ്റ്. വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ഈ ഐഡിയ എന്ന് പറയുന്നത്. എന്താണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ 4 ത്രികോണം ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ത്രികോണത്തിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയാം. ത്രികോണത്തിന്റെ ഹൈറ്റ്, ത്രികോണത്തിന്റെ 4 ത്രികോണം ഉണ്ട്, ആ ത്രികോണത്തിന്റെ ഹൈറ്റ് അഥവാ കറക്റ്റ് നടുവിൽ നിന്ന് മേലോട്ട്, ബേസ് എഡ്ജിന്റെ പാദവക്കിന്റെ കറക്റ്റ് നടുവിൽ നിന്ന്, അതായത് ഇവിടെ നിന്നും എടുക്കാം, ഇവിടുന്ന് കറക്റ്റ് മേലോട്ട്, ഇതിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം എന്ന് വിളിക്കുക. അത് ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ്. സ്ക്വയർ പിരമിഡിന്റെ ചെരിവ് ഉയരമാണ് അഥവാ സ്ലാൻഡ് ഹൈറ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹൈറ്റ് അഥവാ ഉയരം, അഥവാ സ്ലാൻഡ് ഹൈറ്റിന് പകരം ഇവിടെ ഉയരം. ഇവിടെ എന്താ ഉയരം എന്ന് പറഞ്ഞാൽ കുത്തനുള്ള ഒരേ ഒരു സാധനം ഉണ്ടാവുള്ളൂ, ഹൈറ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി, 4 പാദവക്ക്, 4 ബേസ് എഡ്ജ്, 4 പാർശ്വവക്ക്, 4 ലാറ്ററൽ എഡ്ജ്, 4 ഹൈറ്റ് ഉണ്ട്, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ഹൈറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളൂ. അതായത് സ്ലാൻഡ് ഹൈറ്റ് ചെരിവ് ഉയരം 1. ശരിക്കും 4 എണ്ണം ഉണ്ട് കേട്ടോ, 4 ത്രികോണത്തിനുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ട് ഒന്നിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. സ്ലാൻഡ് ഹൈറ്റ് എല്ലാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഹൈറ്റ് 1 അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ടത്. ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മക്കളെ, ഈ കാണുന്ന സ്ക്വയർ പിരമിഡ് എങ്ങനെയാ വരുന്നതെന്ന് അറിയോ? അതായത് ഇതുപോലത്തെ ഒരു ഷേപ്പ്, ഇതുപോലത്തെ ഒരു ഷേപ്പിനെ ഞാൻ എന്താക്കുന്നു,
അല്ലെ പൂച്ചയുടെ ചെവിയൊക്കെ പിടിക്കുന്നത് പോലെ ഈ 4 ഭാഗം പിടിച്ചിട്ട് മടക്കുന്നു. അങ്ങനെ മടക്കുമ്പോഴാണ് എനിക്ക് ഈ ഷേപ്പ് കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അക്ഷരങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കാം. ഇത് എ, ഇത് എ, ഇത് എ, ഇത് എ, ഇത് ഇ, 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 ഇത് ഇ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ഇവിടെ 8 ഇയിലാണ്. 8 ഇ ഉണ്ടാവോ? ഇത് മടക്കി വെക്കുമ്പോൾ ഇത് രണ്ടും കൂടി ഒന്നായിട്ട് മാറും, ഒന്നായിട്ട് മാറും. ഓക്കെ, ഇത് ഒന്നായിട്ട് മാറും, ഇത് ഒന്നായിട്ട് മാറും, ഇത് ഒന്നായിട്ട് മാറും. അപ്പൊ മൊത്തം 4 ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണ്, ചെരിവ് ഉയരം, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സ്ലാൻഡ് ഹൈറ്റ് എൽ വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഈ ചിത്രം വെരി ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നടുവിൽ നിന്ന് മേലോട്ട് ഇവിടേക്ക്, ഇത് ഒരുമിച്ച് വെക്കുമ്പോൾ മേലോട്ടാ വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഇങ്ങനെയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ചിത്രമാണ് ഈ കാണുന്നത്. മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ചിത്രം തന്നുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം വരും. ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട്, കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആൻഡ് ലേ ഇറ്റ് ഫ്ലാറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ തന്നതുപോലെ നമുക്ക് സ്ക്വയർ പിരമിഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇതിന്റെ ബേസ് എഡ്ജ് എത്രയാ, പാദവക്ക് എത്രയാണ്? ചിത്രം കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് കിട്ടും. ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പാദവക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം, ഇതിന്റെ ചരിവ് ഉയരം എത്ര? മക്കളെ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന മുഴുവൻ നീളം 10 ആണ്. സോ ഈ കാണുന്ന നീളം 5 ആണ്. ഈ കാണുന്ന നീളം 13 ആണ്. സോ 5 13 ആണെങ്കിൽ ഈ കാണുന്നത് പൈതഗോറസ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 12 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ട്രയാങ്കിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ട്രയാങ്കിളുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിലൊന്നിതാണ്, ഒന്നിതാണ്. ഇത് ഏതാ ട്രയാങ്കിൾ എന്നറിയോ മക്കളെ? അറിയാത്ത ആളുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ 4 സൈഡിലും ഈ ട്രയാങ്കിൾ കാണാം. ഞാൻ ഇങ്ങനെ വരച്ച് നോക്കിക്കോ. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ട്രയാങ്കിൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇതുപോലെ നിങ്ങൾക്ക് എവിടെയും കിട്ടും കേട്ടോ. ഇവിടെ കിട്ടും, വേണമെങ്കിൽ ഇവിടെ കിട്ടും, വേണമെങ്കിൽ ഇവിടെ കിട്ടും. ഇതൊക്കെ സെയിം ആണ്, എല്ലോ സെയിം ആണ്, ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം ഈ കാണുന്ന അക്ഷരം ഇ ആണ്, ഈ കാണുന്ന അക്ഷരം എൽ ആണ്, ഈ കാണുന്ന അക്ഷരം എന്റെ പകുതിയാണ്. ഇത് മുഴുവൻ എ ആണ്, ഇത് എന്റെ പകുതി. നമുക്കിവിടെ ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. അറബിയിൽ ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ല എന്നാണ്. അത് ഇല ഇല്ല, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇല ഇല്ല, ഇല ഇല്ല, ഇതാണ് നമ്മുടെ ഇക്വേഷൻ മക്കളെ. ഇല, ഇവിടെ ഏതൊക്കെ അക്ഷരം ഉണ്ട്? ഇ ഉണ്ട്, എൽ ഉണ്ട്, എ ഉണ്ട്. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇല. ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 അല്ലെങ്കിൽ എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇല, ഇ എൽ എ, ഇല, ഇ എൽ. ഈ ഒരു ഇക്വേഷൻ ആണ് ഒന്ന് പഠിക്കാനുള്ളത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഇക്വേഷൻ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇല. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഈ കാണുന്നതാണ്. അതായത് ഇത് ഹൈപ്പട്ന്യൂസ് ആണ്, ഇത് ബേസ് ആണ്, ഇതിങ്ങനെ. അതായത് ഈ ചിത്രം എവിടെ വരുന്ന അറിയോ? ഇതേപോലുള്ള ഒരു ചിത്രം കറക്റ്റ് നടുവിൽ നിന്ന് ഇങ്ങനെ, ഈ ഒരു ചിത്രം വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 2 ചിത്രമാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഇവിടെ നിങ്ങൾക്കറിയാം ഈ കാണുന്നത് ഹൈറ്റ് ആണ്, ഈ കാണുന്നത് എൽ ആണ്, ഈ കാണുന്നത് എന്റെ പകുതിയാണ്. അപ്പൊ ഇവിടെ ല കണ്ടു, LAH, ല. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ, പൈതഗോറസ്. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് h. അതാണ് ഇല്ല. അപ്പൊ ഇലയില്ല, ഇല ഇല്ല, അതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇല, ഇതെന്താണ്? ഇല, ഇല, ഇല. ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ല. ല, ല എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ ല ഇല്ല, ല ഇല, ല ഇല, ല ഇല, ഇല ഇല്ല, ആണ് ഇക്വേഷൻ കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാം. സോ ഈ കാണുന്ന ചോദ്യം നോക്കുക. ഏതൊക്കെ അക്ഷരം തന്നിട്ടുണ്ട്? ഈ കാണുന്ന ചോദ്യത്തിൽ കൃത്യമായിട്ട് എ തന്നിട്ടുണ്ട് 10 ആണ്, ഇ തന്നിട്ടുണ്ട് 13 ആണ്, എൽ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഇ എൽ എ, ഇല. സോ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ, 10ന്റെ പകുതി 5 പ്ലസ് എൽ സ്ക്വയർ. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ 169, 25 കുറച്ചാൽ 144. സോ എൽ ഈസ് ഈക്വൽ ടു 12. ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് സാധാരണ രീതി.
ഇനി ഇതൊന്നും അല്ലാത്ത മറ്റൊരു ട്രിക്ക് കൂടി പറഞ്ഞാൽ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ. നിങ്ങൾക്കറിയാം പൈതഗോറിയൻ ട്രിപ്ലറ്റ് അറിയാത്ത ആളുകൾ നോട്ട് ചെയ്ത് വെച്ചോ. 3, 4, 5, 6, 8, 10, 5, 12, 13, 7, 24, 25 ആൻഡ് 1:√3:2, 1:1:√2. ഈ നമ്പർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ നമ്പർ വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങളോട് 5ഉം 13 തന്നാൽ അടുത്ത് 12 ആണ്, ഈസി ആയിട്ട് എഴുതാം. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡയറക്റ്റ് എഴുതിയാൽ മതി. ഈ സ്റ്റെപ്പ് ഒന്നും എഴുതാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇവിടെ 13 എൻ്റെ പകുതി 5, 13 5 ആണ്, അടുത്ത നമ്പർ എത്ര 12. അപ്പോൾ ഈ നമ്പറുകൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, നല്ലതാണ്. ഓക്കെ, സോ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അടുത്തൊരു ചോദ്യം കാണിച്ചു തരാം. നന്നായിട്ട് ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതിയിലൊരു ചിത്രം. ചോദ്യം വായിച്ചു നോക്കിയേ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സമചതുരസ്രൂപിയുടെ പാർശ്വമുഖം, ഇതിന്റെ ലാറ്ററൽ ഫേസ് എന്നാണ് പറയുക. ഇതുപോലെ 4 എണ്ണം ഉണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ത്രികോണത്തിന്റെ വശങ്ങൾ 5 സെന്റിമീറ്റർ ആണ്, 6 സെന്റിമീറ്റർ ആണ്. ചരിവ് ഉയരം എത്ര, സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ ഇത് 5 ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ 6 ആണെങ്കിൽ ഇത് എത്രയ്ക്കും 3 ആണ്. അപ്പൊ 5ഉം 3 ആണെങ്കിൽ ഇത് എത്രയ്ക്കടാ 4. ഈസി ആയിട്ട് ആൻസർ കിട്ടി, 1 മാർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ആ നമ്പറുകൾ ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാവുന്നതാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, ഐഡിയ ക്ലിയർ ആവുന്ന പ്രതീക്ഷയോടുകൂടി അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. ഈ കാണുന്ന ചോദ്യം, എ സ്ക്വയർ പിരമിഡ് അല്ലെ, ചിത്രത്തിലേതുപോലെ മുറിച്ചെടുത്തൊരു സമചതുര സ്തൂപി ഉണ്ടാക്കുന്നു. 40 സെന്റിമീറ്റർ ആണ് ഈ കാണുന്ന നീളം, ഇത് 25 ആണ്. ഒന്നാമത്തെ ചോദ്യം, സ്ലാന്റ് ഹൈറ്റ് എത്ര, ചെരിവ് ഉയരം എത്ര? ആ ചിത്രം അറിയുന്ന കുട്ടിക്ക്, ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ചരിവ് ഉയരം സ്ലാന്റ് ഹൈറ്റ്, ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് 25 ആണ്. 1 മാർക്കായി. എന്ത് സിമ്പിളാ നോക്കിയേ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി പിരമിഡ്. ഇതിന്റെ ഹൈറ്റ് കാണണം മക്കളെ, ഹൈറ്റ് കാണണം. അറിയില്ല. ഏതൊക്കെ അക്ഷരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്? L തന്നിട്ടുണ്ട് 25 ആണ്, A തന്നിട്ടുണ്ട് 40 ആണ്. നോക്കൂ, ഹൈറ്റ് കാണാൻ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ലാ. ലാ കണ്ടോ, ഈസിയാ. ലാ, LAH, ലാ. അപ്പം L² = A/2 ഹോൾ സ്ക്വയർ പ്ലസ് H². ഇതാണ് H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. L² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25ന്റെ സ്ക്വയർ. എന്റെ പകുതി പറഞ്ഞാൽ 40ന്റെ പകുതി 20. സോ 625 മൈനസ് 20ന്റെ സ്ക്വയർ 400 ഈക്വൽ ടു H². അപ്പൊ നമുക്ക് എന്ത് കിട്ടും? H കിട്ടും. √225 = 15. സോ ഹൈറ്റ് എത്രയാടാ? ഹൈറ്റ് എത്രയാണ്? 15 ആണ്. എങ്ങനെയാ കിട്ടിയത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. അടുത്തൊരു ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ വോള്യം ഓഫ് ദി സ്ക്വയർ പിരമിഡ്. മക്കളെ, അപ്പൊ ഈ ടോപ്പിക്കത്തെ എല്ലാ ഇക്വേഷൻസും ഞാൻ എഴുതി കാണിച്ചു തരാം. ഈ ടോപ്പിക് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട എല്ലാ ഇക്വേഷൻസും ഞാൻ കാണിക്കാണ്. ആദ്യം തന്നെ അറിയേണ്ടത് ഈ കാണുന്ന 4 അക്ഷരങ്ങളാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. AELH. രണ്ടാമതായിട്ട് നിങ്ങൾ അറിയേണ്ടത് സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവാണ്. എഴുതി വെച്ചോളൂ മക്കളെ. പാദ പരപ്പളവ് അഥവാ ബേസ് ഏരിയ = A² ആണ്. നമുക്കറിയാം, ഒരു സ്ക്വയർ പിരമിഡിന്റെ അടിഭാഗത്തിന്റെ ഷേപ്പ് സ്ക്വയർ ആണ്. സോ ഒരു സൈഡ് A, അതുകൊണ്ട് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A² ആണ്. പാർശ്വതല പരപ്പളവ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ, അതായത് ബാക്കി 4 ത്രികോണത്തിന്റെ പരപ്പളവ് 2AL ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്. രണ്ടും കൂടി കൂട്ടാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് പഠിച്ചാൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും കിട്ടും. പിന്നെ ഒരു ടോപ്പിക് കൂടി ഉള്ളൂ, വോള്യം അഥവാ വ്യാപ്തം. 1/3 ഇൻറ്റു അടിഭാഗത്തിലെ ഷേപ്പ് സ്ക്വയർ ആണ്, സോ A² ഇൻറ്റു ഹൈറ്റ്. ഇത്രേ ഉള്ളൂ. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത്? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ ഈ 4 അക്ഷരങ്ങൾ പഠിക്കണം. പിന്നെ നിങ്ങൾ എന്ത് പഠിക്കണം? ഈ കാണുന്ന സർഫസ് ഏരിയ പഠിക്കണം, അഥവാ ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ്. പിന്നെ നിങ്ങൾ എന്ത് പഠിക്കണം? വോള്യം, വ്യാപ്തം. ഇതിൽ തന്നെ സ്പെഷ്യൽ ആയിട്ട് 2 ട്രയാങ്കിളും. അത്രേ ഉള്ളൂ ഈ ടോപ്പിക് പഠിക്കാൻ. അത്ര പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ടോപ്പിക് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം. അപ്പൊ നിങ്ങൾ പെർഫെക്റ്റ് ആവും. മക്കളെ, നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന വീഡിയോയുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ നിങ്ങളുടെ കമന്റുകൾ മാക്സിമം വായിക്കാൻ ശ്രമിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഹരം തരുന്നത് എനിക്കെന്താണ്? നിങ്ങളുടെ കമന്റുകളാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ കാണുന്ന ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ കാണുന്ന ചോദ്യത്തിൽ നമ്മൾ എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? വോള്യം അഥവാ വ്യാപ്തം. So 1/3 volume is equal to 1/3 into A², 40ന്റെ സ്ക്വയർ.
എ സ്ക്വയർ 40 × 40 ഇൻറ്റു ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 15 ആണ്. സോ നിങ്ങൾക്ക് എന്തൊക്കെ വെട്ടാം? 15ഉം 3ഉം വെട്ടാം. സോ 40 × 40 × 5, 40 പറഞ്ഞാൽ 1600, 1600 × 5 5000, 8000 സെന്റിമീറ്റർ ക്യൂബ് ആണ് കേട്ടോ. സെന്റിമീറ്റർ ആണ് തന്നതെങ്കിൽ ക്യൂബ് വരും, മീറ്റർ ആണ് തന്നതെങ്കിൽ മീറ്റർ ക്യൂബ് വരും. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ 4 മാർക്കായി, 4 മാർക്ക്. ഓക്കെ. സോ അടുത്തൊരു ഇതേ ടോപ്പിക്കിൽ നിന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതേപോലെയുള്ള ചിത്രമാണ്. ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ചോദ്യം വായിച്ചു നോക്കാം. ചിത്രത്തിൽ ഒരു കട്ടി കടലാസ് കൊണ്ട് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട്. അതിന്റെ ഒരു സൈഡ് 10 ആണ്, തുല്യ വശങ്ങൾ 13 ആണ്. അല്ലെ, ഏതാ അക്ഷരം നിങ്ങൾക്കറിയാം? ഈ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എത്ര? അപ്പൊ നമുക്കറിയാം ഇത് 5 ആണ്, ഇത് 13 ആണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. എത്ര സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കിയേ? എത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. അടുത്തത് കാൽക്കുലേറ്റ് സർഫസ് ഏരിയ, ഇതിന്റെ ഉപരിതല പരപ്പളവ്. അപ്പം a² + 2al. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയാതെ വെറും സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ കാണണം കേട്ടോ. സോ a² എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ പ്ലസ് 2 × a എന്ന് പറഞ്ഞാൽ 10, l എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 12. ഓക്കെ ആണോ? സോ 10² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. പ്ലസ് 10 × 12 എന്ന് പറഞ്ഞാൽ എത്ര? 120. 120 × 2 240. സോ 340 ചതുരശ്ര സെന്റിമീറ്റർ അഥവാ സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ഒരു ഐഡിയ ആണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചിത്രങ്ങൾ എടുക്കുക, ഐഡിയകൾ ജനറേറ്റ് ചെയ്യുക. സോ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് അടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒരു സ്ക്വയർ പിരമിഡിന്റെ പാദ പരപ്പളവ്, ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഏരിയ അത് a² ആണ്. 144 തന്നിട്ടുണ്ട്. ബേസ് ഏരിയ പാദ പരപ്പളവ്. പിന്നെന്താ തന്നത്? ഹൈറ്റ് 8 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് 8 ആണ്. അത് രണ്ടും അങ്ങ് എഴുതി വെക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. ഈ ചാപ്റ്ററിൽ ഏത് ചോദ്യമാണെങ്കിലും തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇതിന്റെ ഒരു സൈഡിന്റെ നീളം എത്ര? നമുക്കറിയാം ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ a² ആണ്, ദാറ്റ് ഈസ് 144. സോ a എന്ന് പറഞ്ഞാൽ √144, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയത് എത്രയാണ്? 12 സെന്റിമീറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, സ്ലാൻഡ് ഹൈറ്റ് എത്ര? ചെരിവ് ഉയരം എത്ര? നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും സ്ലാൻഡ് ഹൈറ്റ് കാണാൻ? ലായാണോ ഇലയാണോ? നോക്കൂ, L കണ്ടുപിടിക്കണം. A അറിയാം, H അറിയാം. സോ ലാ L² ഈസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് h². ഇത് രസാലേ ഇങ്ങനെ കാണുമ്പോൾ? ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ലേ? ഏതൊക്കെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലല്ലേ? ലായും ഇലായും. അപ്പൊ എല്ലും എയും ഉണ്ടെങ്കിൽ H കണ്ടുപിടിക്കാൻ ഇല്ല, ഇയും എല്ലും ഉണ്ടെങ്കിൽ A കണ്ടുപിടിക്കാൻ ഇല്ല. സിമ്പിൾ. ഇപ്പൊ L² എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. L² ഈസ് ഈക്വൽ ടു എന്റെ പകുതി എന്ന് പറഞ്ഞാൽ 12ന്റെ പകുതി 8² അപ്പൊ നമുക്ക് എത്ര കിട്ടി? 100 കിട്ടി. സോ ഹൈറ്റ് L ഈസ് ഈക്വൽ ടു √100. 10 6 8 അടുത്ത് 10 ആണ്, അങ്ങനെ കണ്ടുപിടിക്കാം. സോ L ഈസ് ഈക്വൽ എത്രയാണ്? 10 ആണ്. അടുത്ത് പാർശ്വതല പരപ്പളവ്, ലാറ്ററൽ സർഫസ് ഏരിയ. അത് ബേസ് ഏരിയ അല്ല ചോദിച്ചത്, ലാറ്ററൽ സർഫസ് ഏരിയ, ദാറ്റ് ഈസ് 2al. 2 × a എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടിയല്ല കിട്ടി 12 ഇൻറ്റു L എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണ്ടുപിടിച്ചു 10. സോ 240 സെന്റിമീറ്റർ സ്ക്വയർ. ടോട്ടൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ a² കൂടി ആഡ് ചെയ്താൽ മതി. ഇപ്പൊ ട്രാക്കിലേക്ക് വരുന്നുണ്ടോ? കുറച്ചൊക്കെ മനസ്സിലായിട്ട് വരുന്നുണ്ടോ മക്കളെ? ഞാൻ വീണ്ടും പറയാണ്, കുറച്ചൊക്കെ മനസ്സിലായിട്ട് വരുന്ന ആളുകൾ ഈ വീഡിയോ തന്നെ ഒരു തവണ കൂടി കേട്ടാൽ ഉറപ്പായിട്ടും ഒരുപാട് മനസ്സിലാവും. ഇത് കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാവുന്ന ആളുകൾ ഇനിയുള്ള എല്ലാ സീരീസും വൃത്തിയിൽ കണ്ടാൽ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് കിട്ടും. ഈ ഒന്നും മനസ്സിലായി ഞാനിപ്പോ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവാത്ത ആളുകൾ വെറുതെ സമയം കളഞ്ഞുകൊണ്ട് വീഡിയോ കാണേണ്ടതില്ല. മറ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ നിങ്ങൾ കാണുക. കാരണം ഇതിലും സിമ്പിൾ ആയിട്ട് ഇനി പറയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് ഒരു ആവറേജ് സ്റ്റുഡന്റ് ഒക്കെ ആണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക എന്നതാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കുറച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഒരു സ്ക്വയർ പിരമിഡ്, കുറച്ചൊരു പ്ലസ് ടൈപ്പ് ക്വസ്റ്റ്യനും ആണ്. ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അഥവാ ഈ കാണുന്ന ട്രയാങ്കിൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണം. സാധാരണ ഇത് എന്താ ഉണ്ടാവല്? ഐസോസ്ലസ് ഉണ്ടാവാം, പക്ഷെ 3 സൈഡ് ഈക്വലാറ്ററൽ. ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് 10 സെന്റിമീറ്റർ. ഇതിന്റെ പാദവക്ക് 10 സെന്റിമീറ്റർ ആണ്.
ഫൈൻഡ് ദ സം ഓഫ് ദി ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്. ഇതിന്റെ എല്ലാ വക്കുകളുടെയും നീളം എത്രയാണ്? നമുക്കറിയാം ആകെ വക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 8 എണ്ണമാണ്. അതിൽ 4 പാദവക്കും ഉണ്ടാവും, 4 പാർശ്വവക്കും ഉണ്ടാവും. 4 ബേസ് എഡ്ജ് പ്ലസ് 4 ലാറ്ററൽ എഡ്ജ്. സോ നമുക്കറിയാം ഈ കാണുന്ന ചോദ്യത്തിൽ എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് എ എന്ന് പറയുന്നത് 10 ആണ്, ഇ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. കാരണം ഇത് 10, ഇതും 10, ഇതും 10. ഓക്കെ, അപ്പം ഈ കാണുന്ന ചോദ്യത്തിന്റെ ഉത്തരം 4A + 4E. 4 × 10 + 4 × 10 80 സെന്റിമീറ്റർ കിട്ടും. എല്ലാ വക്കുകളും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 80 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ് സ്ലാന്റ് ഹൈറ്റ്? ഇതിന്റെ ചെരിവ് ഉയരം എത്ര? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിഗണോമെട്രി വരെ യൂസ് ചെയ്യാം. സ്ലാന്റ് ഹൈറ്റ് കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് എങ്കിൽ ഇത് 60 ഡിഗ്രി ആണ്. അപ്പൊ കുത്തനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് 10 ആണെങ്കിൽ ഇതും 10 ആണ്, ഇതും 10 ആണെങ്കിൽ ഇത് 60, ഇത് 30, 90. അപ്പൊ നമുക്കറിയാം 90-ന് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 30-ന് ഓപ്പോസിറ്റ് 5, 60-ന് ഓപ്പോസിറ്റ് 5√3. ഈസി ആയിട്ട് ചെയ്യാൻ വന്ന മെത്തേഡ് ട്രിഗണോമെട്രി ആണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, ഇതിന്റെ ഹൈറ്റ് 5√3 എന്ന് കാണാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൈതഗോറസ് വെച്ചിട്ട് ആൻസർ ചെയ്യാം. L² = A/2² + H², അല്ലെങ്കിൽ E² = A/2² + L². രണ്ടിൽ ഏതെങ്കിലും ഇക്വേഷൻ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? ഹൈറ്റ് എത്ര? അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? L കിട്ടി. L എത്രയാണ്? 5√3. അപ്പൊ ഇതിന്റെ ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈറ്റ് കിട്ടണമെങ്കിൽ L² = A/2² + H². ഇതാണ് ഹൈറ്റ് കിട്ടാനുള്ള ഇക്വേഷൻ. ക്വസ്റ്റ്യൻ നമ്മൾ 5√3, L എത്രയാണ്? 5√3 ആണ്. സോ 5√3 സ്ക്വയർ = A എന്ന് പറഞ്ഞാൽ 10 ആണ്, 10ന്റെ പകുതി പ്ലസ് H². മക്കളെ 5√3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5² × √3² ആ = 25 + H². 5² 25, 25 × 3 പ്ലസ് 25 അങ്ങോട്ട് കൊണ്ടുവന്നാൽ -25 H². 25 × 3 75, 75-ൽ നിന്ന് 25 കുറച്ച് എത്രയാടാ? 50. സോ 50 = H². സോ H = √50. മക്കളെ അറിയാത്ത ആളുകൾ ഇത്ര എഴുതി വെക്കുക. അറിയുന്ന ആൾക്കാർ അതിനെ √50 നമുക്ക് എങ്ങനെ എഴുതാം? ഇത് കുറച്ച് A+ ലെവലാട്ടോ. √50 നമുക്ക് എന്ത് എഴുതാം? 25 × 2 എന്ന് എഴുതാം. √25 എന്നാൽ 5 ആണ്, 5√2. അപ്പൊ ഹൈറ്റ് എത്രയാണ്? 5√2. ഇങ്ങനെ എഴുതാം കേട്ടോ. നിങ്ങളത് ചെയ്തു നോക്കുക, നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ചെയ്ത രീതി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ നമ്മളെ ചോദ്യം എന്താണ്? ഇതിന്റെ എല്ലാ വക്കുകളും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നു. പാദവക്കും ചെരിവുയരും സെയിം ആണ്, ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പൊ എയും ഇയും സെയിം ആണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? L കണ്ടുപിടിച്ചു. അത് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ 30:60:90. ഓക്കെ, എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് 60 ഡിഗ്രി ആണ്. അത് വെച്ച് ചെയ്തു. അപ്പൊ അതിൽ നമുക്ക് എന്താ കിട്ടി? എയും കിട്ടി, ഇയും കിട്ടി, എല്ലും കിട്ടി. ഹൈറ്റ് കണ്ടുപിടിക്കണം നമുക്കറിയാം ഇക്വേഷൻ ല. അപ്പൊ എല്ലിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ കൊടുക്കുന്നു, എന്റെ കൊടുക്കുന്നു, എച്ചിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? സോൾവ് ചെയ്യുമ്പോൾ 5√2. ഓക്കെ, സോ ഇത് വെച്ചുകൊണ്ട് ഇതിന്റെ വോള്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വോള്യം എന്ന് പറഞ്ഞാൽ 1/3 × A² × ഹൈറ്റ്. സോ ഇത് ഗുണിച്ചാൽ 10 × 10 100, 100 × 5 500, 500√2/3 cm3. ഇതാണ് ഇതിന്റെ വോള്യം. ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ് കേട്ടോ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1, 2 മാർക്കല്ല, 5 മാർക്കിന് നിങ്ങളുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇത് ഒരു തവണ കൂടി നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറെ ഐഡിയ കിട്ടും കേട്ടോ. ഇതേപോലെ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാദവക്ക് 10 സെന്റിമീറ്റർ, ചരിവ് ഉയരം 15 സെന്റിമീറ്റർ എങ്കിൽ വ്യാപ്തം എത്ര? നമുക്കറിയാം വോള്യം എന്ന് പറഞ്ഞാൽ 1/3 × A² H ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഏത് ലെറ്റർ കണ്ടുപിടിക്കണം? H കണ്ടുപിടിക്കണം. H കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ലായാണോ ഇലയാണോ? സിമ്പിൾ, ലാ യൂസ് ചെയ്യും. ഓക്കെ, സോ L² = A/2² + H². L² എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ, A/2² 5ന്റെ സ്ക്വയർ പ്ലസ് H². 225-ൽ നിന്നും 5ന്റെ സ്ക്വയർ കുറച്ചാൽ 25 = H².
സോ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 200 വരും. സമം റൂട്ട് 200 പറഞ്ഞാൽ റൂട്ട് 100 ഇൻറ്റു 2. റൂട്ട് 100 ഇൻറ്റു 2. റൂട്ട് 100 പറഞ്ഞാൽ എത്രടാ? എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു അപ്പോൾ എച്ച് ഈക്വൽ ടു റൂട്ട് 200. റൂട്ട് 200 റൂട്ട് 100 ഇൻറ്റു 2 10 റൂട്ട് 2 വരും. ഇതാണ് ഹൈറ്റ്. 10 റൂട്ട് 2 സാധാ പോലെ ചെയ്തു നോക്കാം. എന്നിട്ട് നമുക്ക് വോളിയം കിട്ടും. വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു. മക്കളെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് മസ്റ്റാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദിയുള്ള കുട്ടികളാണെന്ന് അറിയാം. അപ്പോൾ പറ്റും നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നന്ദിയുള്ള കുട്ടികളാണെന്ന് പറയാം. എ സ്ക്വയർ 10 ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് 10 റൂട്ട് 2. സോ 10 ഇൻറ്റു 10 100. 100 ഇൻറ്റു 10 1000. 1000 റൂട്ട് 2/3 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ ആണല്ലോ? ഓക്കെ. സോ ഐഡിയ ജനറേറ്റ് ചെയ്യുക, ആൻസർ ചെയ്യുക. സോ ഇനി നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസും കൂടി ഇതേ ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോ. റേഷ്യോ വെച്ചിട്ടുള്ളൊരു ചോദ്യം, റേഷ്യോ അംശം എന്ന വെച്ചുള്ളൊരു ചോദ്യമാണ്. ദ ബേസ് എഡ്ജസ് ഓഫ് 2 സ്ക്വയർ പിരമിഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:2. അതായത് A1:A2 equal to 1:2. And their heights are in the ratio 1:3. H1:H2 is equal to 1:3. ഇത് രണ്ടും തന്നിട്ടുണ്ട് എങ്കിൽ the volume of the first is 180. V1 equal to 180 സെന്റിമീറ്റർ ക്യൂബ് ആണ് എങ്കിൽ V2 എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? സോ നമുക്ക് V1:V2 ആദ്യം ചെയ്യാം. V1:V2. V1 എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A1 ആണ് ഇവിടെ തന്നത്. A1 സ്ക്വയർ H1 എന്താണ്? 1/3 ഇൻറ്റു A1 സ്ക്വയർ H1. A1 A2 തന്നിട്ടുണ്ട്. ഈസ്റ്റു 1/3 ഇൻറ്റു A2 സ്ക്വയർ H2. ഇതാണ് റേഷ്യോ. ഇതാണ് V1 V2 നമ്മളെ റേഷ്യോ. മക്കളെ റേഷ്യോ ചെയ്യുന്ന സമയത്ത് ഒരേപോലുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? വെട്ടാം. ഒരേപോലുള്ളത് വെട്ടാം. റേഷ്യോ ആണ്. സോ V1:V2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? A1 സ്ക്വയർ H1 ഈസ്റ്റു A2 സ്ക്വയർ H2 എന്ന് കിട്ടും. A1 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അറിയാം 1 ആണ്. സോ 1 സ്ക്വയർ ഇൻറ്റു H1 എന്ന് പറഞ്ഞാൽ 1 ആണ് ഈസ്റ്റു A2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 സ്ക്വയർ ഇൻറ്റു H2 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 1 സ്ക്വയർ ഇൻറ്റു 1:4 ഇൻറ്റു 3 12 ആണ്. 1:12 ആണ് ഇതിന്റെ എന്ത് വരുന്നത്? V1:V2 വരുന്നത്. വോള്യങ്ങൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് വരുന്നത്? യെസ്, ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ മക്കളെ. 1:2. 1 സ്ക്വയർ ഇൻറ്റു 1 2 സ്ക്വയർ ഇൻറ്റു 3. യെസ്, ഈ ഒരു റേഷ്യോയിലാണ് വരുന്നത്. ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നു. ഒന്നാമത്തെ വോള്യം എന്ന് പറയുന്നത് 180 ആണ്. സോ ഇത് 180 ആണ്. സോ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്താം? X:12x എന്ന് എഴുതാം. X:12x. സോ X ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് 180 ആണ് എങ്കിൽ 12x എത്രയായിരിക്കും? 12 ഇൻറ്റു 180. 12 ഇൻറ്റു 180 എന്നാൽ എത്രടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2160 മീറ്റർ ക്യൂബ് അല്ലെ, സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് രണ്ടാമത്തെ ആൻസർ കേട്ടോ. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു ഐഡിയ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇനി 2 ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ ടോപ്പിക് എന്തായി കഴിഞ്ഞു. മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രിയപ്പെട്ട മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ചിത്രം തന്നുകൊണ്ട് നേരത്തെ പഠിച്ച അതേ മോഡൽ ചിത്രമാണ് ഈ കാണുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ ഫിഗർ ഓഫ് എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് ഷോൺ ബിലോ. ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി പേപ്പർ ഷീറ്റ് ഈസ് 36 സെന്റിമീറ്റർ. ഇതിന്റെ ഒരു നീളം 36 ആണ്. എ ബിയുടെ നീളം 10 ആണ്. ഇത് 10 ആണ്. ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് കട്ട് ഔട്ട് ആൻഡ് ഫോൾഡഡ് ഇൻ ടു സ്ക്വയർ പിരമിഡ്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്താക്കുന്നു? കട്ട് ഔട്ട് ചെയ്തിട്ട് സ്ക്വയർ പിരമിഡ് ആക്കി മാറ്റുന്നു. ആക്കണം ഇത് ഭാഗം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ് ഓഫ് ദി സ്ക്വയർ പിരമിഡ്? ഈ സ്ക്വയർ പിരമിഡിന്റെ പാദവക്കിന്റെ നീളം എത്ര? പകരം ഇതാണ് പാദവക്ക്. വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി പിരമിഡ്? ഇതിന്റെ ചെരിവ് ഉയരം എത്ര? മക്കളെ, ഇതിന്റെ ചെരിവ് ഉയരം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കാണുന്ന നീളമാണ് ചെരിവ് ഉയരം എന്ന് പറയുന്നത്. അത് തന്നിട്ടില്ല. ഇതൊരു സ്ക്വയർ ആണ്. ഇത് മൊത്തത്തിൽ 36 ആണ് അല്ലെ. പിന്നെന്താ തന്നത്? ഈ കാണുന്ന നീളം 10 തന്നിട്ടുണ്ട്. അപ്പം ഇത് 10 ആണെങ്കിൽ ഇതും 10 ആണ്. അപ്പം ഇത് മൊത്തത്തിൽ 36 ആണ്. അതിൽ ഒരു കഷ്ണം 10 എന്ന് കിട്ടി. അപ്പൊ ഈ കാണുന്ന നീളവും ഈ കാണുന്ന നീളം കൂട്ടി എത്ര കിട്ടും? 26 കിട്ടും. അതായത് ഇത് മൊത്തത്തിൽ 36 ആണ്. ഇത്രയും നീളം 10 ആണ്.
അപ്പൊ ഇത്രയും നീളം ഒഴിവാക്കിയാൽ ബാക്കി ഇത് എത്ര? ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ 26. സോ ഈ കാണുന്ന നീളത്തിലേക്കും 13, ഈ കാണുന്ന നീളത്തിലേക്കും 13. നോക്കൂ, 13 + 10 23, 23 + 13 36. നല്ല രസമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 13 ആണ്. സിമ്പിൾ ആണ്. ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ a² + 2al. a² + 2 × a × l. ഇതാണ് ഇതിന്റെ ആൻസർ. a² എന്ന് പറഞ്ഞാൽ 10² 100, 2 × 10 അല്ലെ 10 × 13 130 260. സോ 360 cm². സിമ്പിൾ ആണ് കേട്ടോ. മലയാളം മീഡിയക്കാർക്കുള്ള ചോദ്യം ഇവിടെ ഉണ്ട്, ചെയ്തു നോക്കാം. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ചോദ്യം കൂടി ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കും. ഒരു A+ ലെവലുള്ള ക്വസ്റ്റ്യൻ. ചോദ്യം എങ്ങനെയാണ്? All the 8 edges of a square pyramid are of equal length. എല്ലാ 8 വശങ്ങളും ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം എയും ഇയും ഈക്വൽ ആണ്. If the length of one edge is 10 cm, ഇതിന്റെ ഒരു വക്ക് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. a = 10, ഇയും 10 ആണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ്? നമുക്കറിയാം എല്ലാ വക്കുകൾ എന്ന് പറഞ്ഞാൽ 4 എയും 4 ഇയും. അപ്പോൾ 4 × 10 + 4 × 10 80 ആണ്. നേരത്തെ ചെയ്ത അതേ ടോപ്പിക്. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദിസ് പിരമിഡ്? അപ്പൊ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? a² + 2al ആണ്. ഈ കാണുന്ന അക്ഷരത്തിൽ a അറിയാം, l അറിയില്ല. അപ്പൊ l കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി. അപ്പൊ 10 5 5√3. സോ l എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5√3 സെന്റിമീറ്റർ ആണ്. സോ ആൻസർ ആയി a² + 2 × a × l. സോ 100 + 2 × 5 10 10 × 10 100√3. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഒരിക്കലും ഇത് എന്താക്കരുത്, നിങ്ങൾ 200√3 എന്ന് എഴുതരുത്. അത് എഴുതിയാൽ ഞങ്ങളെ മാർക്ക് പോകും. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 പുറമെ എടുക്കാം. 100 × 1 + √3 എന്ന് എഴുതാം. അതിന് കുഴപ്പമില്ല. കാരണം 100 × 1 100, 100 + 100 × √3 100√3. സെറ്റ്. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തുകൊണ്ട് ഈ ടോപ്പിക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഈ സോളിഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു അരമണിക്കൂറുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു 35 മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തവണ കൂടി പറ്റുകയാണെങ്കിൽ കാണണം. അത് പഠിക്കുന്നതോടുകൂടി ഈ ടോപ്പിക് നിങ്ങൾ കഴിയും. ഇതുപോലെ ഒരു 2 വീഡിയോകൾ കൂടിയാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. കോൺ ഇതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, സ്ഫിയറും ഹെമിസ്ഫിയറും. ഇപ്പോൾ 2-3 വീഡിയോ കൊണ്ട് ഈ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ പഠിക്കാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ ആകെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഈ അക്ഷരങ്ങൾ പഠിക്കുക. ശേഷം ഞാൻ പറഞ്ഞ 2 ട്രയാങ്കിളുകൾ പഠിക്കുക, ലായും ഇലായും. അതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ശേഷം ഈ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു കാര്യം. പിന്നെ വോള്യവും അതേപോലെ തന്നെ സർഫസ് ഏരിയ, വ്യാപ്തം, ഉപരിതലപരം, അത്ര ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ. ഏകദേശം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐഡിയ കഴിയും. ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു A+ ലെവൽ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ. ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 13 സെന്റിമീറ്റർ. ഒരു സമചതുര സ്തൂപികയുടെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവുയരം എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ് ഈസ് 10 സെന്റിമീറ്റർ. ഏതൊക്കെ അക്ഷരങ്ങൾ തന്നു? A തന്നു, L തന്നു. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹൈറ്റ്? ഹൈറ്റ് കാണാൻ അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഇല്ല, L² = a/2² + h². അപ്പൊ 13 5 ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും, 12 ആണ് കിട്ടും. സോ h = √144 = 12. ഈസിയാണ്. ഈ കാണുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസിയാണ്. സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. ചെരുവ എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. അടുത്തത് ഒരു പാർശ്വവക്കിന്റെ നീളം ഈ കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ലാറ്ററൽ എഡ്ജ്? ഈ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഇല്ല, E² = L² + a/2². അപ്പോൾ 13² എന്ന് പറഞ്ഞാൽ എത്ര? 169 + 5² 25. സോ E² = 180 194 കിട്ടും. സോ E = √194. ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ ആണോ √194? √196 ആണെങ്കിൽ പറ്റിയല്ലേ? യെസ്, √194 എന്തില്ല? സ്ക്വയർ അല്ല. അപ്പൊ E = √194. ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കി എഴുതുക. അപ്പൊ ഇത് എത്ര കിട്ടി? √194 കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റൈറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജ്.
ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജ്. ഹൈറ്റ്, ചെരിവ് ഉയരം, ലാറ്ററൽ എഡ്ജ്. ഇത് മൂന്നിന്റെ സ്ക്വയറുകൾ എഴുതുക. അതായത് എച്ച് സ്ക്വയർ എത്ര, എൽ സ്ക്വയർ എത്ര, ഇ സ്ക്വയർ എത്ര. എച്ച് സ്ക്വയർ എത്രടാ? എച്ച് നമുക്ക് കിട്ടിയല്ലോ. എച്ച് എത്ര കിട്ടി? എച്ച് 12. അപ്പൊ എച്ച് സ്ക്വയർ 144. ഈ എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? ഈ നമുക്ക് കിട്ടി റൂട്ട് 194 എൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എൽ സ്ലാൻഡ് ഹൈറ്റ് 13 സോ 13ന്റെ സ്ക്വയർ 169. ഈന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 194ന്റെ സ്ക്വയറാ. അപ്പൊ ഈ സ്ക്വയർ 194. ഇത് 3 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 3 എന്താക്കാൻ പറഞ്ഞിട്ടുണ്ട്? എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഇത് 3 തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ അഥവാ ബന്ധം എന്താണ്? ഇത് 3 കണ്ടിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ 3 കാര്യങ്ങൾ എച്ച് സ്ക്വയറും എൽ സ്ക്വയറും ഇ സ്ക്വയറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ മക്കളെ? ഇതൊരു അരിത്മറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണി. അപ്പൊ നിങ്ങൾ പഠിച്ചോനെ സോളിഡ്സിലും സമാന്തര ശ്രേണിയോ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എച്ച് സ്ക്വയറും എൽ സ്ക്വയറും ഇ സ്ക്വയറും എപ്പോഴും എന്തായിരിക്കും? ഒരു സമാന്തര ശ്രേണിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. സോ 144, 169, 194, 25 കൂടുതൽ നോക്കൂ. ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നത്. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി സ്ക്വയർ പിരമിഡ് ഈസ് റൂട്ട് 7, ഹൈറ്റ് റൂട്ട് 7 ആണ്. ഹൈറ്റ് റൂട്ട് 7, ലാറ്ററൽ എഡ്ജ് റൂട്ട് 11, എൽ റൂട്ട് 11, സോറി ലാറ്ററൽ എഡ്ജ് അല്ലേ, ഈ റൂട്ട് 11. അങ്ങനെയാണ് എങ്കിൽ വാട്ട് ഈസ് ഇറ്റ് ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്, ഇതിന്റെ ചെരിവ് ഉയരം എത്ര? ഇതിന്റെ ചെരിവ് ഉയരം എത്ര? ചെരിവ് ഉയരം കാണാനാണ് ചോദിച്ചത്. സോ എച്ചിന്റെ സ്ക്വയർ 7, റൂട്ട് 11ന്റെ സ്ക്വയർ 11. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ മിഡിൽ ടേം നടുവിലത്തെ പദം കാണാൻ. സോ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരടാ? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 + 11/2, 18/2. That is equal to 9. So L is equal to root 9. That is equal to 3. So LS എത്രയായിരിക്കും? 3 ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. ഇത്രയാണ് ഇതിന്റെ ഐഡിയ പറയുന്നത്. സോ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു വെറൈറ്റി ആയുള്ള ക്വസ്റ്റിനും കൂടി നിങ്ങൾക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ആളുകളും അല്ലാതെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോകളായിരിക്കും എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ഒന്നും അറിയാത്ത കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ അറിയുന്ന കുട്ടികൾക്കും A+ പ്രതീക്ഷിച്ച് വരുന്ന കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. കുറച്ച് ലെങ്തി ആയുള്ള വീഡിയോ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രതീക്ഷയോടുകൂടി രാവിലെ ചായ പോലും കുടിക്കാതെ എടുത്ത ക്ലാസ് ആണ്. കാരണം അത്രയധികം നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 10ാം ക്ലാസ്സിൽ എല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ഞാൻ 10ാം ക്ലാസ്സിൽ അസ്ത്ര ബാച്ചിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് എടുക്കാൻ വന്നതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകാനുണ്ട്. സ്കൂളുകളിലല്ല, പുറത്തൊരു ക്ലാസ് എടുക്കാൻ പോകാനുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പൊ നിങ്ങൾ എന്താക്കുക? ഉഷാറായിട്ട് പഠിക്കുക. ഷോ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫോർ സൈലന്റ് ലേണിംഗ്. ബൈ.